ജനുവരി മാസം 28 ക്രിസ്തുവർഷം 2026 പാലാരിവട്ടം ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മയിൽ നിന്ന് ദൈവകൃപയാൽ ദൈവവചനവുമായി ഒരിക്കൽ കൂടി വിൻസെൻ്റ് തോമസ്. ദൈവം ഓരോ ബുധനാഴ്ചയും നൽകുന്ന പുതിയ അവസരങ്ങൾക്കായിട്ട് നിത്യമായ വിഷയങ്ങൾ, രക്ഷയുടെ വിഷയങ്ങൾ, നിത്യമായ പ്രത്യാശാ വിഷയങ്ങൾ, ദൃഢവും ഉറപ്പുമുള്ള വിഷയങ്ങൾ പഠിപ്പിക്കുവാൻ ദൈവം നൽകുന്ന കൃപയ്ക്കായി ഞാൻ വ്യക്തിപരമായിട്ട് നന്ദി പറയുന്നു. എന്നെ കേൾക്കുന്ന ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കൃപയും സമാധാനവും നേർന്നുകൊള്ളുന്നു. ഇന്നത്തെ തിരുവചന വായനയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന വേദഭാഗം തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായം 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രശസ്തിക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ഭക്തിയോടും കൂടെ ജീവിച്ച് പോകേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്തു. സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ളവരൊരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെ താൻ നമുക്ക് വേണ്ടി കൊടുത്തു. ഇത് പൂർണ്ണ ഗൗരവത്തോടെ പ്രസംഗിക്കുകയും പ്രബോധിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യുക. ആരും നിന്നെ ശുദ്ധീകരിക്കരുത്. ഇതിൽ 14-ാം വാക്യം വളരെ ഒന്നും കൂടി വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്ന് വീണ്ടെടുത്തു. വീണ്ടെടുപ്പ് നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പിന്നിലുള്ള ഒരു വലിയ ദൈവിക കാര്യം, യേശുക്രിസ്തുവിൻ പിതാവ് ചെയ്ത വലിയൊരു കാര്യം നമ്മുടെ വീണ്ടെടുപ്പാണ്. അതുകൊണ്ട് അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്ന് വീണ്ടെടുത്തു. സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിനും തന്നെ താൻ നമുക്ക് വേണ്ടി കൊടുത്തു. അപ്പോൾ ഇത് ആണ് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം. നാം പഠിച്ചു വരുന്നത് നമ്മുടെ ക്രിസ്തീയ സ്വാതന്ത്ര്യമാണ്. അതിനോട് ബന്ധപ്പെട്ട് നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് നമുക്ക് പ്രാർത്ഥിച്ച് ദൈവത്തിൽ ആശ്രയിച്ച്, പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് നമുക്ക് ശ്രദ്ധയോടുകൂടി ദൈവവചനത്തിൽ നിന്ന് കേൾക്കാം, പങ്കിടാം. ദൈവമേ കർത്താവേ, സ്വർഗീയ പിതാവേ, കേൾപ്പിച്ച് വചനത്തിന് നന്ദി പറയുന്നു. ഓരോ ആഴ്ചകളിലും ഞങ്ങളെ സൂക്ഷിക്കുന്ന കൃപയ്ക്കായിട്ട് ഈ മാസം അവസാനിക്കാറായി. അങ്ങനെ എത്ര വേഗത്തിലാണ് ജീവിതം കടന്നു പോകുന്നത്. ദൈവത്തെ അറിയുവാൻ, യേശുക്രിസ്തുവിനെ അറിയുവാൻ, അവൻ്റെ വീണ്ടെടുപ്പ് അറിയുവാൻ, അവനുള്ള സ്വാതന്ത്ര്യം അറിയുവാൻ, സ്വതന്ത്രരായിട്ട് ജീവിക്കാൻ തക്കവണ്ണം പരിശുദ്ധാത്മാ ഞങ്ങളെ പഠിപ്പിക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് ക്രിസ്തീയ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ്. ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ നമ്മൾ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ സ്വതന്ത്രരായിട്ട് ജീവിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിൽ ഈ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ ദൈവവും ദൈവത്തിൻ്റെ കൽപ്പനകളും ദൈവത്തിൻ്റെ ഇച്ഛയും നാം നിറവേറ്റണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അത് വളരെ സന്തോഷകരമുള്ള സാക്ഷാൽ സ്വാതന്ത്ര്യത്തിലുള്ള ഒരു ജീവിതമായിരിക്കും. എന്നാൽ പാപനിമിത്തം പ്രശ്നങ്ങൾ വന്നു. അതുകൊണ്ട് പാപ പരിഹാരകനായ കർത്താവ് യേശുക്രിസ്തു തൻ്റെ ശുശ്രൂഷ കാലത്ത് തൻ്റെ ജനമായ ഇസ്രായേലിനോട് പറഞ്ഞു, പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. അപ്പോൾ നമ്മൾ പറയുന്ന സാധാരണ വിധത്തിലുള്ള സ്വാതന്ത്ര്യം, എന്നാൽ തിരുവചനം പറയുന്ന സ്വാതന്ത്ര്യം, ഇതിൽ വ്യത്യാസങ്ങളുണ്ട്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു വലിയ കാര്യമാണ് സ്വാതന്ത്ര്യം എന്നുള്ളത്. തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം, അവനനുസരിക്കാനുള്ള സ്വാതന്ത്ര്യം, മറുതലിക്കാനുള്ള സ്വാതന്ത്ര്യം, പാപം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് അതല്ല. ദൈവത്തെ അനുസരിച്ച്, ദൈവകൽപ്പന അനുസരിച്ച് ആ ഏദാൻ തോട്ടത്തിൽ അവൻ പറഞ്ഞ പ്രമാണപ്രകാരം തൻ്റെ ഭാര്യയോടുകൂടി ജീവിച്ച് പെരുകി ലോകം മുഴുവനും ദൈവ സാന്നിധ്യമുള്ള ഒരു ഏദാൻ തോട്ടമായി മാറുക എന്നുള്ളതായിരുന്നു ദൈവത്തിൻ്റെ ആദ്യമ പരിപാടി. എങ്കിൽ ഇതാ സാത്താൻ വരുന്നു. അത് ഹവ്വയെ വഞ്ചിച്ച് അതിലൂടെ അവർ പഴം തിന്നുകയും ദൈവത്തെ അനുസരണക്കേട് കാണിക്കുകയും
അങ്ങനെ പാപവും പാപത്താൽ, മരണവും മരണത്താൽ നമ്മൾ ഈ കാണുന്ന സകല ദുഷ്പ്രവൃത്തികളും ഈ ലോകത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അതുകൊണ്ട് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ അത് നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രം. പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കുകയില്ലെങ്കിൽ അതിന് മറുവശം നമ്മൾ അടിമത്തിൽ തുടരേണ്ടി വരും. പാപം ചെയ്യുന്നവൻ പാപത്തിന് അടിമയാണ്. കർത്താവ് തന്നെ പറഞ്ഞ വാക്യമാണ്, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ നിന്നാണ് ഉദ്ധരിക്കുന്നത്. അതുകൊണ്ട് ഈ പുത്രൻ നമുക്ക് സ്വാതന്ത്ര്യം നൽകിയാൽ ഈ പാപത്താൽ വന്ന ഈ അടിമത്തത്തിൽ നിന്ന് യഥാർത്ഥമായ സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കും. പുത്രൻ നിങ്ങളെ സ്വതന്ത്രമാക്കി അടിമത്തത്തിൽ തുടരും, അടിമ ഭവനത്തിൽ വസിക്കുന്നില്ല. നമുക്കറിയാം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അതിൽ പുത്രൻ പിതാവിൻ്റെ ഭവനത്തിലേക്ക് നമ്മൾ കൊണ്ടുവന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പുത്രനാണ് പിതാവിൻ്റെ ഭവനത്തിൽ വസിക്കുന്നത്, പുത്രനാണ് നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്നത്. അതിനുവേണ്ടിയാണ് നമ്മുടെ ഈ താണൽ ലോകത്തിലേക്ക്, ഈ പാപികളുടെ മധ്യത്തിലേക്ക് വന്ന് പാപപരിഹാരകനായിട്ട് കൽവരിയിൽ ക്രൂശിൽ നമ്മുടെ പാപങ്ങൾക്ക് പകരക്കാരനായിട്ട് മരിച്ചത്. അതുകൊണ്ട് ഈ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നാം യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് നാം കടക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമുക്കറിയാം, നമ്മൾ പൊതുവെ ചില പ്രസ്താവനകളിൽ ഞാൻ പറഞ്ഞുകൊണ്ട് യേശു ക്രിസ്തു എന്ന വ്യക്തിയിലും യേശു ക്രിസ്തുവിൻ്റെ രക്ഷാകരമായ പ്രവൃത്തിയിലും വിശ്വാസം വഴി മാത്രമേ നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയുള്ളൂ. അല്ലാത്ത സ്വാതന്ത്ര്യങ്ങളെല്ലാം ദൈവം നൽകുന്ന നീതീകരണത്തോട് ബന്ധപ്പെട്ട്, വീണ്ടെടുപ്പിനോടുള്ള ബന്ധപ്പെട്ട് ദൈവം നമുക്ക് നൽകുന്ന ഒരു പുതിയ ഒരു സ്വാതന്ത്ര്യമാണ്. അത് തീർച്ചയായിട്ടും ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നമ്മൾ വായിച്ചതുപോലെ നമ്മൾ സൽപ്രവൃത്തികൾക്ക് ശുഷ്കാന്തിയുടെ ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെ നമുക്ക് വേണ്ടി കൊടുത്തു. അതാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തോടുള്ള ബന്ധത്തിലുണ്ടായത്. അപ്പോൾ അതുവഴി മാത്രമേ നമുക്ക് സൽപ്രവൃത്തികൾ ചെയ്യാനും സാക്ഷാൽ സ്വാതന്ത്ര്യത്തിൽ ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ. ഈ ആഴ്ച നമുക്ക് ഈ സ്വാതന്ത്ര്യവും അതിനോട് ബന്ധപ്പെട്ട ഉത്തരവാദിത്വവും, ഈ സ്വാതന്ത്ര്യം നൽകുന്ന ദൈവം നമുക്ക് ഉത്തരവാദിത്വം കൂടി നൽകിയിട്ടുണ്ട്. അതിനൊരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചത്. ഗലാത്യ ലേഖനം അതിൻ്റെ 5-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ നാം വായിക്കുകയുണ്ടായി, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഈ സ്വാതന്ത്ര്യത്തിൽ ഉറച്ചു നിൽപ്പിൻ, അടിമനുഖത്തിന് പിന്നെയും കുടുങ്ങിപ്പോകരുത്. ഇത് നമുക്ക് തന്നിരിക്കുന്ന ഉത്തരവാദിത്തമാണെങ്കിലും ഈ ഉത്തരവാദിത്വത്തിൽ നമുക്ക് വീഴ്ച വരാനാണ് കൂടുതൽ സാധ്യത. അപ്പോൾ അതിൽ നിന്ന് ആ വീഴ്ച വരാതെ നിലനിൽക്കുവാൻ തക്കവണ്ണം ഒരുപാട് കാര്യങ്ങൾ ദൈവം യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് നൽകിയിട്ടുണ്ട്. ഒന്ന്, നമുക്ക് സ്വാതന്ത്ര്യത്തിലേക്ക് കടക്കുവാൻ തക്കവണ്ണം വേണ്ട കാര്യം വീണ്ടെടുപ്പ്. അതുപോലെ തന്നെ നമുക്ക് അവകാശം, നമ്മൾ പുത്രന്മാരായി തീരണം, ഭവനത്തിൽ വസിക്കുന്നവരായി തീരണം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ദൈവം പുത്രനിൽ ചെയ്തു. അത് മാത്രമല്ല, ഈ പുത്രൻ തൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഈ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിലേക്ക് അയക്കുകയാണ്. അപ്പോൾ ആ പരിശുദ്ധാത്മാവിലുള്ള ജീവിതം എന്നാൽ മാത്രമേ നമുക്ക് വാസ്തവമായിട്ടുള്ള വേദപുസ്തകം പറയുന്ന രീതിയിലുള്ള ഒരു സ്വാതന്ത്ര്യത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഈ അടിമനുഖത്തിലേക്ക് പോകുവാനാണ് സാധ്യത കൂടുതൽ. കാരണം ഗലാത്യയിലെ വിശ്വാസികൾക്ക് അവൻ അപ്പസ്തോലനായ അപ്പസ്തോലന്മാർ അധികാരമുള്ളവരാണ്, ദൈവിക അധികാരമുള്ളവർ. അവരുടെ വചനം കേട്ട് മുന്നോട്ട് വന്നവരാണ്, വിശ്വാസത്തിൽ മുന്നോട്ട് വന്നവരാണ്, ജാതീയമായ കാര്യങ്ങളിൽ വിട്ട് വന്നവർ. എന്നാൽ വീണ്ടും ന്യായപ്രമാണത്തിലേക്കും യഹൂദന്മാരുടെ പ്രേരണയ്ക്കും അതുപോലെ ജാതികളുടെ കാര്യത്തിൽ നിന്നൊക്കെ വിട്ട് മാറി സ്വതന്ത്രമായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ അതിനുള്ള മാർഗങ്ങളും അതിനുള്ള ശക്തിയും ബലമെല്ലാം തിരുവനന്തപുരത്തുണ്ട് എന്നുള്ളത് നിങ്ങൾ ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ഈ ആഴ്ച നമ്മൾ സ്വാതന്ത്ര്യം, ഉത്തരവാദിത്തം. അപ്പോൾ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയാണ്. അത് രണ്ടാമതായിട്ട് നമുക്ക് സ്വാതന്ത്ര്യം എന്താണ് എന്ന് ഒന്ന് പരിശോധിക്കാം. അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകാൻ പുത്രന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ അടിമത്തത്തിൽ നിന്ന് നമുക്കത് കാണാൻ പറ്റുന്നത് ഇസ്രായേലിനെ യഹോവ മിസ്രയീമിലെ അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുത്തു. ദൈവമാണ് അവരെ അങ്ങോട്ട് അയച്ചത്. അതിനുള്ള കാരണങ്ങളൊന്നും ഞാൻ കടക്കുന്നില്ല. യോസേഫിനെ സംബന്ധിച്ച് അവർക്ക് അസൂയയായിരുന്നു. അവനെ മർദ്ദിക്കാനും അവനെ വിൽക്കാനും അവനെ ദൈവം ഉയർത്തുവാനും ഒക്കെ ഉണ്ടായ അതിൻ്റെ ചരിത്ര സംഭവങ്ങൾ നമുക്കറിയാവുന്നതാണ്. എന്നാൽ
അവർക്ക് 400 വർഷം അവർ മിസ്രൈമിലെ ഈജിപ്തിൽ, ഇന്നത്തെ ഈജിപ്റ്റ് അല്ല, അന്നത്തെ ഈജിപ്റ്റ്, അന്നത്തെ മിസ്രൈമിൽ അവർ 400 വർഷം അവർ അടിമകളായിരുന്നു. അവിടെ നിന്ന് മിസ്രൈമിലെ അടിമത്വത്തിൽ നിന്ന് യഹോവയായ ദൈവം അവരെ വീണ്ടെടുത്തു. ആ വീണ്ടെടുത്തത് കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടാണ്. ഒരു കുഞ്ഞാടിനെ അറുത്ത് അതിനുള്ള അത് ഒരു ഇന്ന ദിവസം എടുക്കണം, ഇത്ര ദിവസം സൂക്ഷിക്കണം, നോക്കണം. അത് ദൈവം പറഞ്ഞ രീതിയിലുള്ള ഊനമില്ലാത്ത ആട് ആണെങ്കിൽ അതിൻ്റെ കൊല്ലണം, അതിൻ്റെ രക്തമെടുത്ത് കട്ടലക്കാലിന്മേലും കുറുമ്പടിയിലും പുരട്ടണം. അതിൻ്റെ മറവിൽ സംഹാരം കടന്നു പോകുമ്പോൾ അവരെ സംഹരിക്കാതെ മിസ്രൈമിൽ വലിയ ഒരു ന്യായവിധി ഉണ്ടായി. അങ്ങനെയാണ് അവരെ വീണ്ടെടുത്തത്. അങ്ങനെ ഈ വീണ്ടെടുപ്പിലൂടെയാണ് ദൈവം സ്വാതന്ത്ര്യം ഉദ്ദേശിക്കുന്നത്. അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പരമ യാഥാർത്ഥ്യമാണ്. അവരെ അടിമ വീടായ മിസ്രൈമിൽ നിന്ന് വീണ്ടെടുത്ത യഹോവയായ ദൈവം പറയുകയാണ്, ഞാനാണ് നിങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ, ഞാനാണ് നിങ്ങളെ വീണ്ടെടുത്തത്. അതുകൊണ്ട് നിങ്ങൾക്ക് വേറെ ദൈവങ്ങൾ പാടില്ല, ഞാൻ എന്നെ മാത്രം ആരാധിക്കുകയും എന്നെ മാത്രം സേവിക്കും. അത് സ്വതന്ത്രമായിട്ട് നിങ്ങൾ ചെയ്യണം. അതിനുവേണ്ടിയാണ് അവരെ വീണ്ടെടുത്തത്. എന്നാൽ വീണ്ടെടുപ്പിലൂടെ സ്വാതന്ത്ര്യം, ഇതാണ് ദൈവിക മാർഗം. നമുക്ക് വാസ്തവമായ സ്വാതന്ത്ര്യം ലഭിക്കണമെങ്കിൽ നമ്മൾ വീണ്ടെടുക്കപ്പെട്ടവരായിരിക്കണം. ആ വീണ്ടെടുക്കപ്പെടുന്നത് കുഞ്ഞാടിൻ്റെ രക്തത്താലാണ് പഴയ നിയമത്തിൽ. പുതിയ നിയമത്തിൽ ആ കുഞ്ഞാട് ലോകത്തിൻ്റെ പാപങ്ങളെ ചുമക്കുന്ന കുഞ്ഞാടാണ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെ. പുതിയ നിയമത്തിൽ 1-2 വാക്യങ്ങൾ ഞാൻ വായിച്ച് നിങ്ങൾ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് വീണ്ടെടുപ്പിനെ സംബന്ധിച്ച്. 1 പത്രോസിൻ്റെ ലേഖനം, അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 18-19 വാക്യങ്ങൾ. വീണ്ടെടുപ്പ്, എന്തുകൊണ്ട് വീണ്ടെടുപ്പിനെ കുറിച്ച് അത് പഠിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. നമ്മൾ എങ്ങനെയാണ് വീണ്ടെടുത്തത്? വില കൊടുത്ത് വാങ്ങിയാണ്. അത് യേശു ക്രിസ്തുവിൻ്റെ ജീവൻ കൊണ്ട് തന്നെയാണ് നമ്മൾ വീണ്ടെടുത്തത്. നമുക്ക് നഷ്ടപ്പെട്ട ജീവൻ തിരിച്ചു ലഭിക്കാൻ തക്കവണ്ണം ദൈവം തൻ്റെ പുത്രനെ അയച്ച് അവൻ്റെ പാപപരിഹാര ബലിയിൽ അവൻ്റെ ജീവൻ നൽകി നമ്മളെ രക്ഷിക്കാനുണ്ടായത്, വീണ്ടെടുക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ 1 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 18-19 വാക്യങ്ങൾ വായിച്ച് കേൾപ്പിക്കാം. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പോൾ നമ്മുടെ വീണ്ടെടുപ്പ് പഴയ നിയമത്തിൽ അതൊരു ഉദാഹരണമായിട്ട് നിലനിൽക്കുകയാണ്. എന്നാൽ പുതിയ നിയമത്തിൽ അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പുണ്യാഹ രക്തമാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അത് ജീവനെ കുറിക്കുന്നതാണ്. രക്തത്തിലാണ് നമ്മുടെ ജീവൻ നിലനിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ നമ്മൾ ഈ 1 പത്രോസിന് 19-20 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അതിനെക്കുറിച്ച് ഞാൻ എൻ്റെ നോട്ട്സിൽ എഴുതിയിട്ടുണ്ട്, അല്പം പരിശോധിക്കാം. എങ്കിൽ അതിന് മുമ്പായിട്ട് തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം, തീത്തോസിൻ്റെ ലേഖനത്തിൽ നിന്ന് വായിക്കാൻ കാരണം ഈ വീണ്ടെടുപ്പ് സംബന്ധിച്ച ഒരു വിഷയമായതുകൊണ്ടാണ്. പത്രോസിൻ്റെ ലേഖനത്തിലും തീത്തോസിൻ്റെ ലേഖനത്തിലും എബ്രായ ലേഖനത്തിലും 1 കൊരിന്ത്യർ ലേഖനത്തിലും എല്ലാം, അതുപോലെ ഞാൻ മൊത്തമായി ഞാൻ പരിശോധിച്ചില്ല. എങ്കിലും പുതിയ നിയമത്തിലെ ചില വാക്യങ്ങൾ എടുത്ത് നമ്മൾ വീണ്ടെടുക്കപ്പെട്ടവരായാൽ മാത്രമേ, അതും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരായാൽ മാത്രമേ നമുക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് കടക്കാനും അത് ചെയ്യാനും അത് ആസ്വദിക്കാനും അതിൻ്റെ ഫലങ്ങൾ നമുക്ക് ലഭിക്കാനും സാധിക്കുകയുള്ളൂ. തീത്തോസിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെയും 2-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവൻ നമ്മെ, ഇവിടെ പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചാണ്. യേശു ക്രിസ്തുവിൻ്റെ ദേശത്തിൻ്റെ പ്രതീക്ഷയെ നമ്മൾ കാത്തിരിക്കണം എന്നൊക്കെ പറയുമ്പോൾ വാസ്തവത്തിൽ അതിൻ്റെ വിഷയം കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. അവൻ കർത്താവ് നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്തു, സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തരായുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെ താൻ നമുക്ക് വേണ്ടി കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീണ്ടെടുപ്പ്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ വീണ്ടെടുപ്പ്, റിഡംഷൻ,
അത് നമുക്ക് ലഭിച്ചാൽ മാത്രമേ ഈ പറഞ്ഞതുപോലെ അധർമ്മത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടവരായി ദൈവത്തിൻ്റെ സ്വന്തം ജനമായി, യേശുക്രിസ്തുവിൻ്റെ ജനമായി നമുക്കൊരു സ്വാതന്ത്ര്യ ജീവിതത്തിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്തു. അതുപോലെ എബ്രായ ലേഖനം അതിന് 9-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിലും ഇതിനെക്കുറിച്ച് ചില പരാമർശങ്ങളുണ്ട്. ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താൽ അല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചു എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. ഇത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാൽവരി മരണത്തെ സംബന്ധിച്ച് പറയുന്ന വിഷയമാണ്. അത് എന്നേക്കുമായിട്ടുള്ള വീണ്ടെടുപ്പ്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ വീണ്ടെടുക്കപ്പെട്ടവരായ പിന്നെ വീണ്ടെടുക്കേണ്ട ആവശ്യമില്ല. അത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വമാണ്, അവൻ്റെ കഴിവാണ്. അത് പിതാവ് അത് സ്വീകരിച്ചു എന്നുള്ള അടയാളമായി നമുക്ക് അവനെ മൂന്നാമത് ഉയർത്തെഴുന്നേൽപ്പിച്ചു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാതെ ഇത് ഒരിക്കൽ ആയിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. കർത്താവ് ഒരിക്കലും മരിച്ചിട്ടില്ല, പിന്നെ മരിച്ചിട്ടില്ല, മരിക്കേണ്ട ആവശ്യവുമില്ല. അതുപോലെ തന്നെ 1 കൊരിന്ത്യർ 6-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യത്തിലും ഇതിനെക്കുറിച്ച് നമ്മൾ വിലയ്ക്ക് വാങ്ങിയവരാണ് എന്നുള്ളത് ഇവിടെ എഴുതിയിട്ടുണ്ട്. 19-ാം വാക്യം, ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു, നിങ്ങളുടെ ശരീരം എന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നുവല്ലോ. നമ്മൾ വിലയ്ക്ക് വാങ്ങിയവരാണ്. ആ വില കർത്താവായ യേശുവിൻ്റെ ജീവനാണ്, അവൻ്റെ രക്തം ചിന്തിയാണ് അവൻ മരിച്ചത്. അവൻ തൻ്റെ ജീവൻ അത് പിതാവിനെ ഏൽപ്പിക്കുകയാണ് ഉണ്ടായത്. അത് തന്നെ വലിയൊരു വിഷയമായിട്ട് നമ്മൾ പഠിക്കേണ്ട വിഷയങ്ങളാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ക്രൈസ്തവ വിശ്വാസം എന്ന് പറഞ്ഞാൽ പല സഭകളിലും പഠിപ്പിക്കുന്നത് പോലെ ഇതൊരു നിസ്സാരമായ ഒരു കാര്യമല്ല. ഇത് ദൈവിക തലത്തിൽ തൻ്റെ പുത്രനിൽ ചെയ്ത മഹാകാര്യങ്ങളാണ്. ഒരു പരിശുദ്ധനായ ദൈവത്തിനൊരു പാപിയായ മനുഷ്യനെ എങ്ങനെ രക്ഷിക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അസാധ്യമാണ്. എന്നാൽ തൻ്റെ പുത്രനിൽ അത് കണ്ടു, അത് പുത്രനെ തയ്യാറായി എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് കൃപ എന്ന് പറയുന്നത്. മാർട്ടിൻ ലൂഥറിൻ്റെയൊക്കെ ജീവചരിത്രം നമ്മൾ വായിക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി ഇതായിരുന്നു, ഈ പരിശുദ്ധനായ ദൈവത്തിനൊരു ഭാവിയായി പറ്റി എങ്ങനെ രക്ഷിക്കാൻ കഴിയും. അത് അവന് മനസ്സിലായത് വിശ്വാസത്താൽ, നീതിമാൻ വിശ്വാസത്താൽ വിശ്വസിക്കുന്നു, ആ വിശ്വാസം യേശുക്രിസ്തുവിലാണ്, അതിൽ നമ്മൾ നീതീകരിക്കപ്പെടുന്നു, പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നു, ദൈവമക്കളായിത്തീരുന്നു, അവകാശികളായിത്തീരുന്നു. അങ്ങനെയാണ് നമ്മുടെ ദൈവം നമ്മുടെ രക്ഷ ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ വായിക്കുമ്പോൾ എന്തിൽ നമ്മൾ വീണ്ടെടുത്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 1 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 18-19 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന പിതാക്കന്മാരിൽ നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ അത് വ്യർത്ഥമാണെന്ന് എഴുതിയിരിക്കുകയാണ്. വ്യർത്ഥമായ പാരമ്പര്യം, അതുപോലെ തന്നെ പാരമ്പര്യം, ഈ ജാതീയമായ പാരമ്പര്യം അത് നമ്മുടെ കാരണവന്മാരായിട്ട് നമുക്ക് ലഭിച്ചതായിരിക്കാം. ഇവയിൽ നിന്നുള്ള പൂർണ്ണ രക്ഷ, വീണ്ടെടുപ്പ് അത് ശ്രമകരമായ ഒരു കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ ജീവിതകാലം മുഴുവനും നമ്മൾ കേട്ടും ചെയ്തും പ്രവർത്തിച്ചും വരുന്നൊരു കാര്യത്തിൽ നിന്നൊരു മാനസാന്തരം വരിക, അത് വളരെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് ഇമ്പോസിബിളാണ്. അത് എത്ര ശ്രമിച്ചാലും പറ്റാതെ. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും നമുക്ക് പരിശുദ്ധാത്മാവിലുള്ളൊരു ജീവിതം ഉണ്ടായാൽ മാത്രമേ, ദൈവവചനപ്രകാരം ക്രിസ്തുവിലുള്ള ജീവിതം, അതുപോലെ പരിശുദ്ധാത്മാവിലുള്ള ജീവിതത്തിൽ മാത്രമേ ഈ ഒരു മാറ്റത്തിന്, അത് നമ്മുടെ ജീവിതകാലത്തിൽ എത്ര നാളുകൊണ്ട് നടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും വളരെ ശ്രമകരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ വീണ്ടെടുത്തു. എന്നാൽ വീണ്ടെടുത്ത് നമുക്ക് ഈ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കണമെങ്കിൽ ഈ ജാതീയമായിട്ടുള്ള രീതികൾ, കുദാശകൾ, പെരുന്നാളുകൾ, ആഘോഷങ്ങൾ നമ്മുടെ ജീവിതത്തെ ആഴമായി സ്വാധീനിച്ചിട്ടുള്ള എന്ന് പറയുന്നത് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗങ്ങളായിരുന്നു ഒരിക്കൽ. അതിൽ നിന്നൊക്കെ വിട്ട് മാറി മാനസാന്തരപ്പെട്ട് നമുക്ക് വേണ്ടി മരിച്ച കർത്താവിന് വേണ്ടി ജീവിക്കുക, സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു വിഷയമാണ്.
അത് ദീർഘനാളുകളുടെ ജാതീയ രീതികൾ, കുദാശകൾ, പെരുന്നാളുകൾ, ആഘോഷങ്ങൾ ജീവിതത്തെ ആഴമായി സ്വാധീനിച്ചിട്ടുണ്ട്. മനംമാറ്റം, മാനസാന്തരം അതീവ രൂക്ഷമായി തുടരേണ്ടതാണ്. ഉദാഹരണങ്ങൾ പലതാണ്. കർത്തൃമേശയിലുള്ള പുളിപ്പുള്ള അപ്പം. ഏത് അപ്പമാണ് നമ്മൾ കർത്തൃമേശയിൽ ഉപയോഗിക്കേണ്ടത്? നമുക്ക് 2 പാരമ്പര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, വേദപുസ്തകം വരുന്ന പുളിപ്പില്ലാത്ത അപ്പം. കർത്താവ് യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുടെ കൂടെ പങ്കിട്ട് ഭക്ഷിച്ചത് ഇതെൻ്റെ ശരീരമാണെന്ന് പറഞ്ഞ അപ്പം, അത് പുളിപ്പില്ലാത്ത അപ്പമായിരുന്നു. എന്നാൽ പുളിപ്പുള്ള അപ്പം ഉപയോഗിക്കുന്നത് അത് പൗരസ്ത്യ സഭക്കാരാണ്. പൗരസ്ത്യ സഭയുടെ തെറ്റായ രീതിയാണ് ഈ പുളിപ്പുള്ള അപ്പം കൊണ്ടുള്ള കർത്തൃമേശ. എന്നാൽ ഇന്ന് മിക്കവാറും സഭകളിൽ തെറ്റായ കർത്തൃമേശ ആചരിക്കുന്നു. ഇതെന്തൊരു മാറ്റം വരിക എന്ന് പറഞ്ഞാൽ ഈ വീണ്ടെടുത്ത ജൈവജനത്തിന് അത് സാധിക്കുന്നില്ല. കാരണം അവരുടെ പാരമ്പര്യം, അവർ ജനിച്ചു വളർന്ന അവരുടെ പാരമ്പര്യം അത് അവരെ സ്വാധീനിക്കുകയാണ്. ഇത് വാസ്തവത്തിൽ ഇതിൽ നിന്നൊരു സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കണമെങ്കിൽ അതാണ് ദൈവം നമ്മൾ സാക്ഷാൽ സ്വാതന്ത്ര്യം എന്ന് നാം ദൈവവചനപ്രകാരം പറയുന്നത്. അതുപോലെ തന്നെ ഈ തെറ്റായ കർത്തൃമേശ ആചരണം ബ്രദറൻ സഭയിൽ പോലും ഇത് തെറ്റായി ആചരിക്കുകയാണ്. അവരുപയോഗിക്കുന്ന പുളിപ്പിള്ളപ്പമാണ്. അതിൽ നിന്ന് അവർക്ക് ഇതുവരെ മാറാൻ സാധിക്കും. കാരണം എന്താ? അതിലുള്ള മിക്കവാറും ആൾക്കാർ അത് ഈ പൗരസ്ത്യ സഭകളിൽ നിന്ന് വന്നവരാണ്. അതുകൊണ്ട് അവരുടെ ശീലം, അവരുടെ രീതി ഈ പുളിപ്പുള്ളപ്പം തിന്ന് ശീലിച്ചവരാണ്. അതുകൊണ്ട് ഇന്ന് പുളിപ്പുള്ളപ്പം അവർക്കൊരു വിഷയമേ ഇല്ല. അപ്പം അത് നമ്മൾ വാസ്തവമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് കടക്കണമെങ്കിൽ ഇത് നമുക്ക് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സഭാ ശുശ്രൂഷകളിലും ഒരു വ്യത്യാസം ആവശ്യമാണ്. രണ്ടാമതായിട്ട് യേശു ക്രിസ്തുവിൽ വിശ്വാസത്താൽ ലഭിക്കുന്ന പൗരോഹിത്യം. യേശു ക്രിസ്തു വിശ്വസിക്കുന്നവന് പൗരോഹിത്യമുണ്ട്. നമുക്ക് ഇന്ന് നേരിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നേയല്ല, നേരിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം, ദൈവിക ശുശ്രൂഷകൾ നമുക്ക് ചെയ്യാം. എന്നാൽ ഇതൊന്നും ചെയ്യാതെ നമ്മളിപ്പോഴും ദാസ്യത്തിലാണ്, അടിമത്തത്തിലാണ്. കാരണം പൗരോഹിത്യത്തെക്കുറിച്ച് അറിയത്തില്ല, ശുശ്രൂഷകൾ നമുക്കറിയത്തില്ല. അതുകൊണ്ട് യേശുത്തിൽ വിശ്വാസം ലഭിക്കുന്ന പൗരോഹിത്യം ഉപയോഗിക്കാതെ മേൽക്കോയ്മയിലുള്ളവരിൽ ആശ്രയിക്കുന്നു. പ്രത്യേകിച്ച് കർത്തൃമേശ, സ്നാനം, വിവാഹം, പ്രാർത്ഥന പോലും അതെല്ലാം അത് നമ്മളെ ഡിക്റ്റേറ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് നമുക്ക് വാസ്തവമായിട്ടില്ല സ്വാതന്ത്ര്യം നമുക്ക് കടക്കാൻ നമുക്ക് കഴിയുന്നില്ല. ഇവയെല്ലാം ഞാൻ പറഞ്ഞ 2 ഉദാഹരണങ്ങളാണ്. 2 ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന് കർത്തൃമേശയുടെ കാര്യത്തിൽ, പൗരോഹിത്യത്തിൻ്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ പ്രാർത്ഥന എന്നുള്ള സ്നാനം, വിവാഹം, ഇതെല്ലാം നമ്മുടെ പൗരോഹിത്യം നമ്മൾ ഉപയോഗിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ആവശ്യം. അതിന് നമ്മളിതിന് ട്രെയിൻ ചെയ്യണം, പരിശോധിക്കണം. അതുകൊണ്ടാണ് നമ്മൾ കൃപയിലും കർത്താവ് യേശു ക്രിസ്തുവിനുള്ള പരിജ്ഞാനത്തിൽ വളരണം. ഈ വളർച്ചയില്ല എങ്കിൽ നമ്മൾ മുരടിച്ച് വീണ്ടും അടിമത്തിലേക്ക് പോവുക തന്നെ ചെയ്യും. ഇവ വിശ്വാസത്താൽ ലഭിക്കുന്ന സ്വാതന്ത്ര്യത്തിന് തടസ്സമാകുന്നു. ഗലാത്യലേഖനം 3-ാം അധ്യായം 13-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മളെ വീണ്ടെടുത്ത വേറൊരു മേഖലയാണ് അതിപ്രധാനമായ ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. എന്നാൽ ന്യായപ്രമാണം എന്തിന്? ഇന്നിപ്പോൾ ന്യായപ്രമാണം അനുസരിച്ച് ജീവിക്കുന്നവരാ കൂടുതൽ. ന്യായപ്രമാണം അതേപടി അനുസരിക്കുന്നതുകൊണ്ടൊന്നും തെറ്റൊന്നുമല്ല, അത് ശരി തന്നെയാണ്. കാരണം ദൈവത്തിൽ നിന്ന് വന്ന വചനമാണ്, ദൈവത്തിൻ്റെ സ്വഭാവത്തെ കാണിക്കുന്ന കാര്യങ്ങളാണ്. ഇത് നമുക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഈ പൗലോസ് അപ്പോസ്തലൻ വെളിപ്പാടിൽ പറയുന്നത്, വെളിപ്പാടിലൂടെ എന്ന് പറഞ്ഞാൽ തൻ്റെ ലേഖനങ്ങളിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ മനുഷ്യൻ്റെ വിശദീകരണം ഇവയെല്ലാം ന്യായപ്രമാണ പ്രകാരം ആയിരുന്നുവെങ്കിൽ ദൈവത്തിന് വാഗ്ദാനങ്ങൾ എവിടെ പോയി? ആ വാഗ്ദാനങ്ങൾ അബ്രാഹാമിന് കൊടുത്തത് തൻ്റെ സന്തതിയിലാണ്. ആ സന്തതി കർത്താവ് യേശു ക്രിസ്തുവാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാം ദൈവം അത് കേന്ദ്രീകരിച്ചിരിക്കുന്നത്, നമ്മുടെ സ്വാതന്ത്ര്യം കേന്ദ്രീകരിച്ചിരിക്കുന്നത്, നമ്മുടെ വീണ്ടെടുപ്പ്, നമ്മുടെ വിടുതൽ എല്ലാം ദൈവം കരുതിയിരിക്കുന്നത് കർത്താവ് യേശു ക്രിസ്തുവിലാണ്. അവനുള്ള വിശ്വാസത്തിലാണ് നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നമ്മൾ വിലയ്ക്ക് വാങ്ങി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. എന്നാൽ എന്തിന് ദൈവം ന്യായപ്രമാണം നൽകി? ഗലാത്യലേഖനത്തിൻ്റെ 3-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടൊരു അധ്യായം, ഒരു ലേഖനമാണ് ഗലാത്യ ലേഖനം. അത് നമ്മളെല്ലാം വായിച്ച് നന്നായിട്ട് പഠിക്കേണ്ട
ഒരു വിഷയം തന്നെ. എന്നാൽ മാത്രമേ നമുക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു പുസ്തകമാണ് ഗലാത്യ ലേഖനം. എന്നാൽ നമ്മൾ റോമാലേഖനം പൗലോസിൻ്റെ വായിക്കുമ്പോൾ അത് നമ്മുടെ വിശ്വാസത്താലുള്ള നീതീകരണത്തെക്കുറിച്ചുള്ള അത് ഒരു ദൈവിക വെളിപ്പാടാണത്. എന്നാൽ നമ്മൾ ഗലാത്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ അത് സ്വാതന്ത്ര്യം, നമ്മൾ എന്തിൽ നിന്നൊക്കെ നമ്മൾ സ്വതന്ത്രരായി. അതുകൊണ്ട് സ്വതന്ത്രരായിട്ട് നമ്മൾ ദൈവത്തെ സ്നേഹിക്കാനും സേവിക്കാനും നമുക്ക് അത് കാരണമായി തീരണം. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 19 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ന്യായപ്രമാണം എന്തിന് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. എന്നാൽ ന്യായപ്രമാണം എന്തിന്? വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതും ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത് മാത്രമേ. ഒരുത്തൻ മാത്രമെങ്കിൽ മധ്യസ്ഥൻ വേണ്ടി വരികയില്ല. ദൈവം ഒരുത്തനല്ലേ ഉള്ളൂ, ദൈവൻ ഒരുത്തൻ മാത്രം. എന്നാൽ ന്യായപ്രമാണം ദൈവവാഗ്ദങ്ങൾക്ക് വിരോധമോ? ഒരു നാളുമല്ല. ജീവിപ്പാൻ കഴിയുന്ന ഒരു ന്യായപ്രമാണം നൽകിയിരുന്നുവെങ്കിൽ ന്യായപ്രമാണം വാസ്തവമായി നീതിക്ക് ആധാരമാകുമായിരുന്നു. എങ്കിലും വിശ്വസിക്കുന്നവർക്ക് വാഗ്ദത്തം യേശുക്രിസ്തുവിൽ വിശ്വാസം ലഭിക്കേണ്ടതിന് തിരുവെഴുത്ത് എല്ലാവരെയും പാപത്തിന് കീഴടച്ചു കളഞ്ഞു. 23-ാം വാക്യം, വിശ്വാസം വരും മുമ്പേ നമ്മെ വെളിപ്പെടുവാനിരുന്ന വിശ്വാസത്തിനായിക്കൊണ്ട് ന്യായപ്രമാണത്തിന് കീഴടച്ചു സൂക്ഷിച്ചിരുന്നു. അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു. വിശ്വാസം വന്ന ശേഷമോ നാം ഇനി ശിശുപാലകന് കീഴിലല്ല. യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. അതുകൊണ്ട് യാഥാർത്ഥമായ സ്വാതന്ത്ര്യത്തിലേക്ക് കടക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ന്യായപ്രമാണത്തിലുള്ള മോചനം, അതുപോലെ തന്നെ വാഗ്ദാനങ്ങൾ നമുക്ക് ലഭിക്കണമെങ്കിൽ, അവകാശം ലഭിക്കണമെങ്കിൽ, അതുമാത്രമല്ല ഇവിടെ പറയുന്നത് പോലെ നമുക്ക് ദൈവമക്കളായി തീരേണ്ടത് ആവശ്യമുണ്ട്. ഇതൊക്കെ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ആവശ്യമാണ്. ഇതെല്ലാം വേദപുസ്തകത്തിലുള്ള ഉപദേശങ്ങൾ, വളരെ ഫണ്ടമെൻ്റലായിട്ടുള്ള അടിസ്ഥാനമായിട്ടുള്ള ഉപദേശങ്ങൾ, ഇവയന്മേലാണ് നമ്മുടെ സ്വാതന്ത്ര്യ ദൈവം ക്രമീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഇതെല്ലാം തന്നെ നമ്മുടെ വീണ്ടെടുപ്പും വാഗ്ദാനങ്ങളും അതുപോലെ തന്നെ നമ്മുടെ അവകാശവും നമ്മുടെ പുത്രത്വവും എല്ലാം നമ്മൾ ദൈവം ക്രമീകരിച്ചിരിക്കുന്നത് പുത്രനിലാണ്. അത് യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് കാൽവരി മരണത്തിലൂടെ മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ ഇവയെല്ലാം തന്നെ നമ്മുടെ പ്രവൃത്തിയാലല്ല, യേശു ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയാലുള്ള വിശ്വാസം നിമിത്തം നമ്മുടേതായ സ്വന്തമായി തീരുകയാണ്. അങ്ങനെ നമ്മൾ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ നമുക്ക് സാധിക്കും. ന്യായപ്രമാണം പാലിക്കുന്നത് പാപമല്ല, നല്ല കാര്യമാണ്. എന്നാൽ ആത്മാവിലുള്ള ജീവിതമാണ് പുതിയ നിയമം കൽപ്പിക്കുന്നത്. നമ്മൾ ഗലാത്യർ 5-ാം അധ്യായം വായിച്ചാൽ ഒരു കൽപ്പനയായിട്ട് നൽകിയിട്ടുണ്ട്. വാക്ക് ബൈ ദി സ്പിരിറ്റ്. നിങ്ങൾ പരിശുദ്ധാത്മാവിലുള്ള ജീവിതം അതിൽ നടപ്പൻ. വാക്ക് ബൈ ദി സ്പിരിറ്റ് എന്നാണ് അത് ഇംഗ്ലീഷിൽ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ നിങ്ങൾ ഗലാത്യ ലേഖനം ഒന്ന് വായിച്ചു നോക്കൂ. 1 മുതൽ അതിൻ്റെ 6 അധ്യായങ്ങളുണ്ട്. ഒന്ന് വായിച്ചു നോക്കൂ. അധികം ദീർഘസമയം എടുക്കത്തില്ല, എങ്കിലും പഠിക്കാനായിട്ട് ജീവിതകാലം മുഴുവൻ വേണ്ടി വരും. അത്രമായ ആഴമായ ദൈവിക സത്യങ്ങൾ. എന്തിനു വേണ്ടിയാണ്? നിങ്ങളുടെയും എൻ്റെയും സ്വാതന്ത്ര്യത്തിന് വേണ്ടി, യഥാർത്ഥ സ്വാതന്ത്ര്യം. അതിലേക്ക് നമ്മൾ കടക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അപ്പോൾ ന്യായപ്രമാണം, സ്വാതന്ത്ര്യം, ദൈവിക വാഗ്ദാനങ്ങളും നീതീകരണവും അവിഭാജ്യ ഘടകങ്ങളാണ്. ഇവിടെ പറഞ്ഞു നമ്മൾ യേശു ക്രിസ്തു വിശ്വാസ നീതീകരിക്കപ്പെട്ടിട്ട് ആണ് നമുക്ക് ഈ സ്വാതന്ത്ര്യത്തിലേക്ക് കടക്കാൻ പറ്റുക. അതുകൊണ്ട് വിശ്വാസമുള്ള നീതീകരണം, വാഗ്ദാനങ്ങളുടെ ഉടമസ്ഥരാകുക, അവകാശികളാകുക, ദൈവമക്കളാകുക, അവർക്കാണ് വാസ്തവമായിട്ടുള്ള സ്വാതന്ത്ര്യം. അതുകൊണ്ട് സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് ദൈവിക വാഗ്ദാനങ്ങളും നീതീകരണവും അവിഭാജ്യ ഘടകങ്ങളാണ്. ദൈവമക്കളാകുവാനും ആകുന്നതും വാഗ്ദത്തങ്ങൾക്ക് അവകാശവും സ്വാതന്ത്ര്യത്തിലേക്കും നയിക്കും.
നമ്മൾ പുത്രന്മാരായാൽ മാത്രമേ ഭവനത്തിൽ അവകാശമുള്ളൂ, അധികാരമുള്ളൂ, സ്വാതന്ത്ര്യമുള്ളൂ. യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഈ ദൈവിക സത്യങ്ങളിൽ അടിസ്ഥാനപ്പെട്ടവയാണ്. ഇവയെല്ലാം അവിഭാജ്യ ഘടകങ്ങളാണ്. ഇവ കൂടാതെ നമുക്ക് സ്വാതന്ത്ര്യം പറ്റത്തില്ല, സാധിക്കുകയില്ല എന്നുള്ളത് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ദൈവമക്കളാകണം. മക്കളാണെങ്കിൽ അവകാശികളാണ്. സ്വാതന്ത്ര്യം വാഗ്ദാനങ്ങൾ ലഭിക്കുമ്പോൾ വാഗ്ദത്വം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ദൈവം എബ്രാഹിമിനോട് വാഗ്ദാനം ചെയ്തു. ആ വാഗ്ദത്വം ഒരു സന്തതിയിലാണ്, ഏകസന്തതിയിലാണ്. ആ ഏകസന്തതി കർത്താവ് യേശു ക്രിസ്തുവാണ്. അപ്പം ഈ യേശു ക്രിസ്തുവിലാണ് വാസ്തവമായിട്ട് നമുക്ക് വാഗ്ദത്തങ്ങളുള്ളത്. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് നമുക്ക് ആ വാഗ്ദങ്ങൾക്ക് അവകാശികളാവുകയാണ്. അങ്ങനെ നമ്മൾ ദൈവം മക്കളാകുകയാണ്, സ്വാതന്ത്ര്യത്തിലേക്ക് കടക്കുകയാണ്. നമുക്ക് അതിനായിട്ട് ഗലാത്യർ 3-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കാം. എന്നാൽ അബ്രാഹാമിന് അവൻ്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു. സന്തതികൾക്കും എന്ന് അനേകരെക്കുറിച്ചല്ല, നിന്റെ സന്തതിക്കും എന്ന് ഏകനെ കുറിച്ച് എത്ര പറയുന്നത്, അത് ക്രിസ്തു തന്നെ. അപ്പോൾ ക്രിസ്തുവിനാണ് യഥാർത്ഥമായിട്ടുള്ള അവകാശങ്ങൾ നിലനിൽക്കുന്നത്. അത് വിശ്വാസം മൂലം നമുക്ക് ലഭിക്കുന്നു. അങ്ങനെ നമ്മൾ ദൈവമക്കളായിത്തീരുന്നു. എല്ലാം വിശ്വാസം വഴിയാണ് എന്നുള്ളത് പരമപ്രധാനമായ ഒരു വിഷയമാണ്. അങ്ങനെ എന്നാൽ മാത്രമേ നമുക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ വിശ്വാസത്തിലുള്ള നീതീകരണം 3-ാം അധ്യായത്തിന് 24-ാം വാക്യം ഒന്നുകൂടി വായിച്ച് കേൾപ്പിക്കുക. അങ്ങനെ നാം വിശ്വാസം നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് നടത്തുക നമുക്ക് ശിശുപാലകന്മാരായി ഭവിച്ചു. അതുകൊണ്ട് നമ്മളെങ്ങനെയാണ്? ന്യായപ്രമാണത്തിലാണോ നമ്മൾ, അതിൻ്റെ അനുസരണത്താലാണോ നമ്മൾ നീതീകരിക്കപ്പെടുന്നത്? അല്ല, വിശ്വാസത്താലാണ്. യേശുക്രിസ്തു വിശ്വാസം. അവൻ നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി തന്നെ താൻ വില കൊടുത്തു, അവൻ്റെ ജീവനെ കൊടുത്തു. അതിലുള്ള വിശ്വാസമാണ് നമ്മുടെ സകല കാര്യങ്ങൾക്കും ആധാരമായിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ദൈവമക്കളാകുക 3-ാം അധ്യായത്തിന് 26-ാം വാക്യം. സ്വാതന്ത്ര്യം അവകാശം നമ്മൾ അവകാശിയാകുമ്പോഴാണ് നമ്മൾ സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. ഇതെല്ലാം കർത്താവ് യേശുവിൽ വിശ്വാസം വഴി നമുക്ക് ലഭിക്കുന്നു എന്ന് വേദപുസ്തകം പറയുകയാണ്. ഇന്നത്തെ ലോകത്തിൽ ദൈവകൃപയിലുള്ള ജീവിതമല്ലാതെ വിശ്വാസത്തിൽ നിലനിൽക്കുക ദുഷ്കരമായ, പ്രയാസമുള്ള, കഷ്ടമുള്ളൊരു കാര്യം തന്നെയാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് പറ്റത്തില്ല എന്ന് തന്നെ പറയാം. അത് ഇമ്പോസിബിളായിട്ടുള്ള കാര്യമാണ്. ഈ ലോകത്തിൽ, ദുഷ്ടൻ്റെ അതിനിടയിൽ ലോകത്തിൽ ഇന്ന് സഭ പോലും ഇന്ന് വളരെ സഭ എന്ന് പറയാൻ ഇന്നൊരു സഭ പോലും ഇല്ല. അന്ന് അങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ സ്വതന്ത്രരായിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കണമെങ്കിൽ അത് ദുഷ്കരമായൊരു കാര്യം തന്നെയാണ്. അത് അസാധ്യമാണ് എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ കർത്താവിൽ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നമ്മൾ ഇതിനെ ജയിക്കാൻ സാധിക്കുമെന്നുള്ളത് പുതിയ നിയമത്തിലെ ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. അതുകൊണ്ട് മനുഷ്യനെ ആശ്രയിക്കാവുന്ന ഏക വ്യക്തി യേശു ക്രിസ്തുവാണ്. പ്രത്യേകിച്ച് മനുഷ്യന് പ്രത്യാശിക്കാവുന്ന, വിശ്വസിക്കാവുന്ന ഏക വ്യക്തി യേശു ക്രിസ്തു മാത്രമാകുന്നു. യേശു ക്രിസ്തു മാത്രമാണ് മരിച്ചവരിൽ നിന്ന് പുനരുദ്ധാനം ചെയ്ത നിസ്തുല വ്യക്തി. യേശു ക്രിസ്തു വാഗ്ദാനങ്ങൾ നൽകുകയും വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനുമാകുന്നു. ലോകത്തിൻ്റെ പാപങ്ങളെ ചുമക്കുന്ന കുഞ്ഞാട് യേശു ക്രിസ്തു മാത്രമാകുന്നു. സാക്ഷാൽ സ്വാതന്ത്ര്യം ഉറപ്പ് നൽകുന്ന ഏക വ്യക്തി യേശു ക്രിസ്തു മാത്രമാണ്. അതിനാധാരമായിട്ട് നാം അവന് വീണ്ടെടുപ്പിനെ സംബന്ധിച്ചും ന്യായപ്രമാണത്തിൻ്റെ വിടുതലിനെ സംബന്ധിച്ചും പാരമ്പര്യങ്ങളിൽ നിന്നുള്ള മോചനത്തെ സംബന്ധിച്ചെല്ലാം നമ്മൾ പഠിച്ചു. അതുകൊണ്ട് ഈ ഏക പരിഹാരകനായ, പാപപരിഹാരകനും അവകാശിയുമായ സാക്ഷാൽ സ്വാതന്ത്ര്യം നൽകുന്ന യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച്, കാൽവരി മരണത്തിൽ പുനരുദ്ധാനത്തിൽ വിശ്വസിച്ച് യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് കടക്കുവാനും അതിൽ ജീവിക്കുവാനും അതിൽ ആനന്ദിക്കുവാനും അനുഗ്രഹിക്കപ്പെടുവാനും ദൈവം സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. സ്വർഗീയ പിതാവേ, കേൾപ്പിച്ച വചനത്തിനായിട്ട് സ്തോത്രം. അതീവ ഗൗരവമുള്ള വിഷയങ്ങളാണ്, ആഴമായ ദൈവിക സത്യങ്ങളാണ്. അവിടുത്തെ പരിശുദ്ധാത്മാവ്
ഞങ്ങളെ പഠിപ്പിക്കണമേ. അത് വായിക്കുവാൻ ഗലാത്യയിലെ വിഷയത്തിൽ വായിക്കുവാൻ തക്കവണ്ണം, അത് മനസ്സിലാക്കാൻ തക്കവണ്ണം ദൈവം കൃപ നൽകണമേ. മഹത്തോടത്തേക്ക് അനുഗ്രഹത്താൽ പറഞ്ഞയക്കണമേ. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. നിങ്ങൾ കേട്ടതിന് നന്ദി. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച കാണാം, കേൾക്കാം, തുടരാം.